ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു അടിപൊളി സൺറൈസ് കാണാനാണ്. അതെവിടെയാണെന്നറിയോ? കേരള തമിഴ്നാട് ബോർഡറിലുള്ള കൊളുക്കുമല റീജിയനിലുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ബോസ് പീക്കിലോട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ജീപ്പ് സഫാരി നമ്മുടെ കൊളുക്കുമല ടീ എസ്റ്റേറ്റിൽ കൂടെയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടീ എസ്റ്റേറ്റ് ആണത്. ഏകദേശം 2400 മീറ്റർ എബവ് ദി സീ ലെവലാണ്. ഈ ഭാഗത്തുള്ള ഏറ്റവും ഫേമസ് സൺറൈസ് ആണ് കൊളുക്കുമല സൺറൈസ്. അത് കഴിഞ്ഞിട്ടാണ് ബോസ് പീക്ക് വരുന്നത്. രണ്ടായാലും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് സൂര്യനെല്ലി ടൗണിൽ നിന്നാണ്. കൊളുക്കുമലയേക്കാൾ കുറച്ചധികം ഹൈറ്റിലാണ് ബോസ് പീക്ക് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അവിടെ നിന്നാൽ അതിസുന്ദരമായ 360 ഡിഗ്രി വ്യൂവും കിട്ടും. അതായത് ബോസ് പീക്ക് സ്ഥിതി ചെയ്യുന്നത് 2600 മീറ്റർ എബവ് ദി സീ ലെവലാണ്. സൂര്യനെല്ലി ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ജീപ്പിൽ പോയിട്ടാണ് നമ്മൾ കൊളുക്കുമല വ്യൂ പോയിന്റിൽ എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ 200-300 മീറ്റർ മുന്നോട്ട് പോയിട്ടാണ് ബോസ് പീക്കിൽ എത്തുന്നത്. അവിടെയാണ് ബോസ് പീക്കിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 700 രൂപയാണ് ചാർജ് വരുന്നത്. കാരണം ഇതൊരു പ്രൈവറ്റ് വ്യൂ പോയിന്റ് ആണ്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ പേരാണ് ബോസ് പീക്കിന് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ജീപ്പ് ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് രാവിലെ 3:30 തന്നെ സൂര്യനെല്ലി ടൗണിലെത്തി ഞങ്ങൾ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ജീപ്പിൽ യാത്ര ചെയ്ത് ചെക്ക് പോസ്റ്റ് വരെ എത്തി. ഇവിടെ നിന്ന് ഇനി 1200 മീറ്റർ ട്രെക്ക് ഉണ്ട് ബോസ് പീക്കിലെത്താനായിട്ട്. നിങ്ങൾക്കും ഇതുപോലെ വരണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ജീപ്പ് ഡ്രൈവറിൻ്റെ നമ്പർ കൊടുക്കാം. അതുമല്ലെങ്കിൽ സൂര്യനെല്ലി ടൗണിൽ വന്ന് അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചാലും മതി. പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കുറേ ട്രാവൽ ഏജൻസീസ് കിട്ടും ബോസ് പീക്ക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പാക്കേജ് എടുത്താൽ വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ എസ്റ്റേറ്റിൽ ഒരു നൈറ്റ് സ്റ്റേ അടിക്കാനും പറ്റും. ഏകദേശം 6:20 ആയപ്പോൾ തന്നെ ഞങ്ങൾ ബോസ് പീക്കിൻ്റെ ടോപ്പിലെത്തിയായിരുന്നു. നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം തണുപ്പും. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആനിയാറിങ്ങൽ ഡാം, മീശപ്പുലിമല പീക്ക്, ചുക്രാമുടി പീക്ക്, പിന്നെ കുറേ ടീ ഗാർഡൻസ് ഒക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു ആകാശം കാണാനായിട്ട്. ഓറഞ്ച് റെഡ് കളറായിരുന്നു. പിന്നെ താഴത്തുള്ള വ്യൂവും. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നല്ല മനോഹരമായ ഒരു സൺറൈസ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അതായത് ഒരു 15 നിമിഷത്തോളം അല്ലെങ്കിൽ 15 മിനിറ്റോളം എല്ലായിടം കാണാനൊരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. പ്രത്യേകതരം കളറായിരുന്നു എല്ലായിടത്തും. നല്ല രീതിയിൽ സൂര്യൻ ഉദിച്ചെങ്കിലും തണുപ്പുണ്ടായിരുന്നു. പിന്നെ കാറ്റും. ഈ ഒരു മണിയാണ് ബോസ് പീക്കിൻ്റെ ഹൈലൈറ്റ്. ഈ ഒരു കല്ലോ അല്ലെങ്കിൽ പാറയോ ആണ് ഇവിടുത്തെ അതിർത്തി നിശ്ചയിക്കുന്നത്. ഒരു ഭാഗത്ത് തമിഴ്നാടും ഒരു ഭാഗത്ത് കേരളവും. സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുന്നത്. കാരണം രാവിലെ കയറുന്ന സമയത്ത് ഇരുടായിരുന്നല്ലോ. നമ്മൾ സൂര്യനെല്ലിയിൽ നിന്നാണ് ജീപ്പ് റെന്റ് ചെയ്ത് മുകളിൽ വരുന്നതെങ്കിൽ ബോസ് പീക്ക് കയറാനും ഇറങ്ങാനുമായിട്ട് 1 മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ചാർജ് ചോദിക്കും ജീപ്പ് ഡ്രൈവേഴ്സ്. നമ്മളിനി നേരെ സ്ട്രെയിറ്റ് പോകുന്നത് കൊളുക്കുമലയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സിംഗപ്പാറ അഥവാ ലയൺ റോക്കിലോട്ടാണ്. ബോസ് പീക്കിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും വെറും 450-500 മീറ്റർ മാത്രമേ ഉള്ളൂ സിംഗപ്പാറ വ്യൂ പോയിന്റിലോട്ട്. ജീപ്പ് നമ്മളെ ഇറക്കിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ നടക്കാനുണ്ട് സിംഗപ്പാറ വ്യൂ പോയിന്റിലോട്ട്. സിംഗപ്പാറയിൽ നിന്ന് ജസ്റ്റ് തിരിഞ്ഞ് ബാക്കോട്ട് നോക്കിയാൽ കാണുന്ന ഈ മലയാണ് ബോസ് പീക്ക്. ഈ കുത്തനെ നിൽക്കുന്ന ഈ സ്റ്റീപ്പ് മൗണ്ടൻ. ബോസ് പീക്കിൽ നിന്ന് സൺറൈസ് കണ്ടതുകൊണ്ടും പിന്നെ ഇവിടെ കുറച്ചധികം ആൾത്തിരക്കുണ്ടായതുകൊണ്ടും തന്നെ നമ്മൾ ആ റീൽസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ അല്ലായിരുന്നു ഞങ്ങൾക്കിവിടെ കിട്ടിയത്. ഞങ്ങളെ മെയിൻ ഉദ്ദേശം ബോസ് പീക്കിലെ സൺറൈസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ.